ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അജി. ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാറുകൾ ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 ലെയർ സ്റ്റാറും ഒരു 3 ലെയർ സ്റ്റാറുമാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു 2 ലെയർ സ്റ്റാറാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്കലത്തെ ലെയർ മാത്രമേ കത്തുന്നുള്ളൂ, ഒരു പുറമേ ഉള്ള ലെയർ കത്തുന്നില്ല. പുറമേ ഉള്ള ലെയറിനകത്ത് LED കളൊന്നും വർക്കല്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് 3 ലെയറാണ്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആണ്. അവിടാണ് AC DC ആക്കുന്നതും നമുക്ക് പല മോഡലുകളിൽ കത്തുന്ന ഒരു സർക്യൂട്ടാണ് അതിനകത്തുള്ളത്. അത് കരിഞ്ഞു പോയത് കൊണ്ട് നമുക്കിനി അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്കതിനെ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ ടോപ്പ് ലെയർ ആദ്യം ഇളക്കി മാറ്റാം. അതിന് ആദ്യം വരുന്നത് പുറമേ ഒരു ലെയറാണ് വരുന്നത്. അതിനുശേഷം രണ്ടാമതൊരു ലെയർ വരുന്നുണ്ട്. മൂന്നാമത് നടുക്കൊരു ലെയർ വരുന്നുണ്ട്. അങ്ങനെയാണ് 3 ലെയറായിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് കവർ നമുക്ക് ആ ലോക്ക് ഓരോന്ന് ഇളക്കി ഇതിനെ ഓപ്പൺ ചെയ്യാം. ഓരോ പിന്നുകൾ പോലെയാണ് ഇതിൻ്റെ ലോക്ക് വന്നിട്ടുള്ളത്. അതിനെ ഒടിയാത്ത രീതിയിൽ നമ്മൾ പതിയെ ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ ബാക്ക് കവർ ഇളക്കി മാറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്കതിനകത്ത് 4 വയറുകളാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ആ DC ഡിവൈസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. അത് കട്ട് ചെയ്ത് നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ആ LED കണക്ഷൻ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ പുറമേ ഒരു ലൈനുണ്ട്. ഏറ്റവും പുറമേ ഒരു LED എല്ലാം സീരിയലായിട്ടാണ് LED കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 വയർ പോസിറ്റീവും ഒരു വയർ നെഗറ്റീവുമാണ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ഈ വന്നേക്കുന്ന 3 വയർ പോസിറ്റീവും ഈ വന്നേക്കുന്ന ഒരു വയർ നെഗറ്റീവുമാണ്. ഇനി പുറമേ വന്നേക്കുന്ന ലൈൻ ഒന്നാമത്തെ പോസിറ്റീവും അതിന് തൊട്ടടുത്ത് അകത്തൂടെ വന്നേക്കുന്ന അടുത്ത ലെയർ രണ്ടാമത്തെ പോസിറ്റീവും ഏറ്റവും നടുക്കൂടെ വരുന്ന മൂന്നാമത്തെ വയർ അടുത്ത പോസിറ്റീവുമാണ്. ഇനി നമുക്ക് ഈ ഷോർട്ട് ചെയ്തേക്കുന്ന 3 നെഗറ്റീവുകൾക്ക് പകരം നമുക്കതിൻ്റെ എൻഡിൽ ഒരു കറുത്ത വയർ ഉപയോഗിച്ച് അതിനെ ജോയിൻറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കണം. അടുത്ത 3 പോസിറ്റീവ് ജോയിൻറ്റ് ചെയ്ത് ഒരു ചുമന്ന വയർ ഇട്ടിട്ട് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഒരു കറുത്ത വയറും ഒരു ചുവന്ന വയറുമാണ് നമുക്ക് പുറത്തേക്ക് എടുക്കാനുള്ളത്. അതാണ് പോസിറ്റീവും നെഗറ്റീവുമായിട്ട് വരുന്നത്. LED കളെല്ലാം സീരിയലായിട്ടാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. നല്ല ഭംഗിയായിട്ട് അതിനെ നമ്മൾ ടേപ്പ് ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ ഒതുക്കി പുറത്തേക്ക് എടുക്കണം. ഈ 3 പോസിറ്റീവുകളും ഒരുമിച്ച് ജോയിൻ ചെയ്ത് ഒരു ചുവന്ന വയർ കൊടുത്ത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്യുമ്പോഴും സേഫ്റ്റിയുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം, അത് കാണണം. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പറയാത്തത്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ലൈനും നമ്മൾ നെഗറ്റീവ് ലൈനും 2 സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുതിയ അഡാപ്റ്റർ, ഇതാണ് അതിൻ്റെ പുതിയ അഡാപ്റ്റർ. ഇത് മാർക്കറ്റിൽ ഏകദേശം ഒരു 20 രൂപ വില വരും. ഇത് വാങ്ങുമ്പോൾ തന്നെ അതിനകത്ത് DC മാർക്ക് ചെയ്താണ് അവർ തരുന്നത്. അതിനകത്ത് പ്ലസും മൈനസും ചുവപ്പ് കറുപ്പും വയറായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാണ് തരുന്നത്. ഇനി ഇതിൻ്റെ വയറുകൾ നമ്മൾ ജോയിൻ ചെയ്ത് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എല്ലാ ലൈനുകളും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിലെ ക്യാപ്പ് നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം അതിനെ ആ ടോപ്പ് കവറിൻ്റെ സൈഡിൽ കെട്ടി ഉറപ്പിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വയറ് പുറത്തേക്ക് വലിക്കുമ്പോൾ
ആ ഇൻസുലേഷൻ പോയിട്ട് വയർ പുറത്തേക്ക് കണക്ഷൻ പോകും. നമ്മൾ ബാക്ക് കവർ അടച്ചു. ഇനി അതിന് ശേഷം ആ DC അഡാപ്റ്റർ അതിനകത്തേക്ക് ജോയിൻ ചെയ്യുകയാണ്. അപ്പം എല്ലാ LED-കളും വർക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇനി അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വരുന്ന റെഡ് ക്യാപ്പും കൂടെ നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ഒരു വട്ടം കൂടെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ഓരോ വട്ടവും കണക്ഷൻ കൊടുത്തതിന് ശേഷം അത് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ LED-ക്ക് പ്ലസും മൈനസും തിരിഞ്ഞു പോയാൽ LED-ക്ക് കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. കറക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കുന്നതിന് ശേഷം മാത്രമേ LED വർക്കാവത്തുള്ളൂ. അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ വയർ കെട്ടി നല്ല ഭംഗിയായിട്ട് ഉറപ്പിച്ചു. ടോപ്പ് കവറിൻ്റെ എല്ലാ പിന്നുകളും നമ്മൾ ലോക്ക് ചെയ്തതിന് ശേഷം ഫൈനലായിട്ട് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സ്റ്റാർ നമുക്ക് ഓക്കെ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റാർ നോക്കാം. ഇത് 2 ലെയറാണ്. ഇതിൻ്റെ അഡാപ്റ്ററിനല്ല കംപ്ലൈൻറ്റ്, ഇതിൻ്റെ LED-ക്കാണ് കംപ്ലൈൻറ്റ് വന്നേക്കുന്നത്. നടുക്കലത്തെ ലെയർ മാത്രമേ ഇത് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ പുറമേ ഉള്ള ലെയർ എന്തുകൊണ്ടാണ് കത്താത്തതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ബാക്ക് കവർ ഇളക്കുന്നു. ബാക്ക് കവർ ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ നടുക്കലത്തെ ആ ഒരു ലെയർ മാത്രമേ കത്തുന്നുള്ളൂ. പുറമേ ഉള്ള ലെയർ, ഈ ലെയർ വർക്കിംഗ് അല്ല. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും LED പോയത് കൊണ്ടാവാം കത്താതെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ LED എങ്ങനെയാണ് പോയത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ടെസ്റ്റർ വെച്ചിട്ട് ഇതേപോലെ ഓരോ LED-യുടെയും പിന്നുകൾ ടെസ്റ്റർ വെച്ച് ഷോർട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ LED അല്ല പോയത്, അതിൻ്റെ ജോയിൻറ്റ് ഇളവിപ്പോയതാണ്. ആ കംപ്ലൈൻ്റ് ഉള്ള ഭാഗത്ത് നമ്മൾ ടെസ്റ്റർ വെച്ച് ഷോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു LED സെറ്റ് നമുക്ക് വർക്കാവും. ഇതെല്ലാം സീരിയലായിട്ട് കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഷോർട്ട് ചെയ്യുമ്പോൾ അത് കത്തുന്നത്. അപ്പോൾ നമ്മൾ ആ പോയ LED നല്ല ഭംഗിയായിട്ട് വീണ്ടും ജോയിൻ ചെയ്തു. ഇനി ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് കവർ ഫിറ്റ് ചെയ്ത് ടോപ്പ് കവറും ഫിറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ സ്റ്റാറുകളെല്ലാം ഇതേപോലെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.